ജാബിർ അമാനി പണ്ട് ഒരു വലിയ വെല്ലുവിളി നടത്തിയിരുന്നു. അമാനി മൗലവിയുടെ മക്കാനത്തു സുന്ന എന്ന പുസ്തകം, നബിചര്യയും ഇസ്ലാമിക ശരീഅത്തിന്റെ സ്ഥാനവും എന്ന പുസ്തകം ഇവിടെ നമ്മൾ ഫസ്റ്റ് ഗണത്തിൽ പരാമർശിക്കപ്പെട്ടു. അപ്പോൾ അന്ന് ജാബിർ അമാനി വന്നിട്ട് വെല്ലുവിളിച്ചു, ഇത് നിങ്ങൾക്ക് പുനഃപ്രസംഗിക്കാൻ ധൈര്യമുണ്ടോന്ന്. കാരണം നമ്മൾ കുറേ അങ്ങോട്ട് ചോദിച്ചിരുന്നു, ശബാബ് പ്രസംഗിക്കാൻ പറ്റുമോ, അതേപോലെ യുവതകൾക്ക് പല പുസ്തകങ്ങൾ പ്രസംഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അതൊന്നും ഉത്തരമില്ല. അപ്പം തിരിച്ചോട് ഇങ്ങോട്ട് ചോദിച്ചു, ഇത് പ്രസംഗിക്കാൻ ധൈര്യമുണ്ടോന്ന്. നമ്മൾ ധൈര്യമായി ഏറ്റെടുത്തു. അദ്ദേഹം പറഞ്ഞു, എല്ലാ ചെലവും ഞാൻ വഹിക്കാം, എല്ലാ സൗകര്യവും ചെയ്തു തരാം എന്ന് പറഞ്ഞ് ഒന്നാം ഗണത്തിൽ ഏറ്റെടുത്തു. രണ്ടാം ഗണത്തിൽ ആവർത്തിച്ചു. എന്നിട്ട് ഇന്നേ വരെ പ്രതികരണമില്ല. അതുകൊണ്ട് മൂന്നാം ഗണത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതായോ, ഞങ്ങളിതിനെ കൊട്ടേഷൻ എടുത്തിട്ടുണ്ട്. അത് പരസ്യമായിട്ട് ഇവിടെ പ്രദർശിപ്പിക്കുകയാണ്. ആ ഇസ്ലാമിക ശരീഅത്തിൽ നബി ശരീഅയുടെ സ്ഥാനമെന്ന് പഠിപ്പിക്കുന്ന പുസ്തകത്തിന് കൊട്ടേഷൻ ഇത് കാണാം. 1000 കോപ്പിക്ക് എടുത്തുള്ളൂ. നമ്മൾ അന്ന് ലക്ഷമൊക്കെ പറയും വേണ്ട. 1000 കോപ്പിക്ക് 1.5 ലക്ഷം രൂപ. മൂപ്പര് ഒരു മാസം ശമ്പളം മതിയാവും. 1000 കോപ്പി അടിക്കാൻ 1.5 ലക്ഷം രൂപ. ഇതിലും കുറഞ്ഞ കൊട്ടേഷനിൽ എവിടെയും കിട്ടുമോ? നിങ്ങൾ തന്നോടി കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ഞാൻ അതാ പറയാം, അത്രയൊന്നും വരൂല, ആയിക്കോട്ടെ. ഇതിന് കുറഞ്ഞ കൊട്ടേഷൻ കിട്ടുമോ? അത് നമുക്ക് അംഗീകരിക്കാം. അതുകൊണ്ട് ഇത് ജാബിർ അമാനി വെല്ലുവിളിച്ചതാണ്. ഈ പരപ്പരങ്ങളെടുത്ത വെല്ലുവിളിയാണ്, ഞങ്ങൾ ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് അത് പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതിനാൽ 1000 കോപ്പിയാണോ 1.5 ലക്ഷം റുപ്യ. ഇനി 10,000 അടിക്കാൻ വകുപ്പുണ്ടോ? 15 ലക്ഷം റുപ്യ ആവുന്നുള്ളൂ. ചിലപ്പോൾ കോപ്പിന് എണ്ണം കൂടുമ്പോൾ ചിലപ്പോൾ റേറ്റ് ലേശം കുറയും ചെയ്യും. അതുകൊണ്ട് കൊട്ടേഷൻ പരസ്യമായിട്ടാണ് ഇവിടെ പ്രഖ്യാപിച്ചത്. അതിനാൽ ഇനിയെങ്കിലും ജാബിർ അമാനി അതിനോട് പ്രതികരിക്കണം. വെല്ലുവിളിച്ചാണ് പോയാൽ പോരാ. എത്ര കോപ്പി ഞങ്ങൾ പറഞ്ഞോളി, അതടിക്കാം. ഞാൻ എല്ലാം നിങ്ങൾക്ക് കുറഞ്ഞ പൈസ അടിച്ചാൽ കിട്ടോ, ആയിക്കോളി. കൊട്ടേഷൻ തന്നു. ഇനി ജാബിർ അമാനെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്ന അവസ്ഥ വരാൻ പാടില്ല. അതുകൊണ്ട് ഇതിന് പ്രതികരണം ഉണ്ടാകണമെന്ന് കൂടി സൂചിപ്പിക്കുന്നു.